എന്താണ് വെരിക്കോസ് വെയിൻ? രക്തക്കുഴലുകൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ. ഇത് പല ആളുകൾക്കും ചിലപ്പോൾ അത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഉണങ്ങാതിരിക്കുന്ന സ്റ്റേജിൽ ചിലത് കൂടിയിട്ട് എന്ത് ചെയ്യും, പിന്നീട് കാല് മുറിക്കുന്ന അവസ്ഥയിലേക്കും അങ്ങനെ എത്താറുണ്ട്. കാരണം ഡയബറ്റിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് വരിക? ലക്ഷണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഞരമ്പെടുത്ത് കാണാൻ പറ്റും ഫസ്റ്റിലേക്ക്. പിന്നെ അത് പറഞ്ഞതുപോലെ തന്നെ ചൊറിയുന്ന ഒരവസ്ഥ വരിക, അതേപോലെ വേദന വരിക. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ മസിൽ പിടിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഒക്കെ ഉണ്ടാവും. ചെറിയ പ്രായക്കാരോ വലിയ പ്രായക്കാരോ അല്ലാതെ എല്ലാ ആളുകളിലേക്കും ഇത് വരുമോ? ഇതെല്ലാ ആളുകൾക്കും വരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. നൃത്തം കൂടുതലുള്ള ഏതൊക്കെ പണികൾ എടുക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവർക്ക് ഇത് വരും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിലൊന്നും വല്ലാണ്ട് ഉണ്ടാകാറില്ല. പൊതുവെ സ്ത്രീകൾ ഡെലിവറി അടുപ്പിച്ച് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ കാലം നമ്മൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് മസാജ് ചെയ്യണം, താഴോട്ടല്ല. മുകളിലോട്ട് മസാജ് ചെയ്യുന്ന സമയത്താണ് താഴെയുള്ള നീരും ആ ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ തിരിച്ച് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ മുറിവൊക്കെ ഉണ്ട്, നീരൊക്കെ ഒലിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതൽ സ്പൈസസ് ആയിട്ടുള്ളത്, ഓയിൽ അടങ്ങിയിട്ടുള്ള ഹെവി ഫുഡുകളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ അസുഖം കൂടുതലായാൽ, അതായത് ഒരു പേഷ്യൻറ്റിന് സഹിക്കാൻ പറ്റാത്ത ഇതിന് സർജറി ചെയ്യേണ്ടി വരുമോ? അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ്? സർജറി ചെയ്യാൻ അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് റീസൺ എന്താ പറയുക, പല ആളുകൾക്കും സർജറി ചെയ്താൽ വീണ്ടും വരും. അത് വലിയൊരു റിസ്ക്കാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് വെരിക്കോസ് വെയിൻ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെയാണ് അത് മാറാവുന്നതൊക്കെ നമുക്കിന്ന് ഡോക്ടറോട് ചോദിക്കാം. എന്താണ് ഡോക്ടർ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, എങ്ങനെയാണത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ വെരിക്കോസ് വെയിൻ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ പൊതുവായിട്ട് വരുന്ന ഒരു കേസാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പല ആളുകൾ പറഞ്ഞ പോലെ മുറിവായിട്ട് നല്ല രീതിയിൽ കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ അറിയാലോ. അത് പല ആളുകൾക്കും ചിലപ്പോൾ അത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഉണങ്ങാതിരിക്കുന്ന സ്റ്റേജിൽ ചിലത് കൂടിയിട്ട് എന്ത് ചെയ്യും, പിന്നീട് കാല് മുറിക്കുന്ന അവസ്ഥയിലേക്കും അങ്ങനെ എത്താറുണ്ട്. കാരണം ഡയബറ്റിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സിമ്പിളാണ്, കാര്യം സിമ്പിളാണ്. നമ്മുടെ കാലിലേക്ക് വേണമെന്നല്ല, നമ്മുടെ രക്തക്കുഴലുകൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ. അതായത് നമ്മുടെ പൊതുവായിട്ട് എല്ലാ ആളുകൾക്ക് എവിടേക്ക് ഉണ്ടാവില്ലേ, നമ്മുടെ കാലിൻ്റെ ആ ഭാഗത്തേക്ക് ഉണ്ടാവാറുണ്ട് പൊതുവെ. ചില ആൾക്ക് വയറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ തുടയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അത് രക്തക്കുഴലുകൾ, അതായത് നമ്മുടെ സിരകൾ എന്ന് പറയും. നമ്മുടെ രക്തം മുകളിലോട്ട് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അതിൻ്റെ വാൽവ് വീക്കായി പോവുക, അതായത് അത് ശരിക്കും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ വരും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രക്തം മുകളിലോട്ട് പമ്പ് ചെയ്യില്ല, അവിടെ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ രക്തക്കുഴലിൽ വീക്കം വരും. അത് വീക്കം വന്നിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ വരും. അത് തുടക്കത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് കുറച്ചും കൂടെ കണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മസിൽ കൊച്ചു. ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ക്ലിനിക്കിൽ വരുന്നത്, വെരിക്കോസ് വെയിനായിട്ട് ഞരമ്പൊക്കെ പൊന്തിക്കുന്നുണ്ട്, പക്ഷെ വേദനയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് അവരെന്നെ പറയും. അതതിൻ്റെ തുടക്കമാണ്. അത് കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നത് തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്ക്, സ്കിന്നിലേക്ക്, ഭാഗങ്ങളിൽ മസിലിലേക്ക് എന്ത് ചെയ്യും, അവിടെ നീര് വരാൻ തുടങ്ങും. അപ്പോൾ നീര് വരുമ്പോഴാണ് പല ആൾക്ക് ചൊറിച്ചിൽ വരിക, ഇച്ചിങ് വരിക. ചൊറിഞ്ഞിട്ടാണ് പിന്നെ അത് പൊട്ടുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, പൊട്ടി കഴിഞ്ഞാൽ പിന്നെ മുറിവാങ്ങൂല, അങ്ങനെ പോകും. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ആ വാൽവിന് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് വരിക, എങ്ങനെയാണ് അത് നമുക്ക് അറിയാൻ പറ്റുക? വെരിക്കോസ് വെയിന് ഇപ്പോൾ പൊതുവേ വെരിക്കോസ് വെയിന് പല ആളുകൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അതിന് പ്രത്യേകത ഒന്നാമത്, അത് പല ആളുകളും ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഇങ്ങനെ ഞരമ്പൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെയില്ല, ഇവർ പറയും എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല എന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കുക ആദ്യം ഞരമ്പിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് നാളെ എന്ത് വരും, പണി കിട്ടും, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളി എന്നുള്ള സിഗ്നലാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് കൂടിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യല്, ഈ രക്തം മുകളിലോട്ട് പോകാത്ത പ്രശ്നമാണല്ലോ, ഈ രക്തം അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന, അവിടെ നിൽക്കുന്ന ആ ഞരമ്പിൽ തടിച്ച് നിൽക്കുന്ന അവസ്ഥ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സറൗണ്ടഡ് ആയിട്ടുള്ള ചുറ്റുഭാഗത്തുള്ള കോശങ്ങളിലേക്ക് എന്ത് ചെയ്യും, അത് നീരിറങ്ങും. അവിടെ നീരിറക്കം വരുന്ന സമയത്താണ് പലപ്പോഴും ഈ മസിൽ കോച്ചിപ്പെടുത്തുക, വേദന വരിക, അത് വല്ലാണ്ട് കുടിക്കാൻ ചൊറിച്ചിലുണ്ടാവും. അതിന് പേഷ്യൻസ് പൊതുവെ പറയുന്ന സാധനം ചൊറിച്ചിൽ വരും. ഈ നല്ല ഐച്ചിങ് വരുന്ന കാരണം നീരുള്ളതുകൊണ്ടാണ്. ആ നീരുണ്ടാകുമ്പോൾ നല്ലോണം ചൊറിഞ്ഞാൽ എന്തെങ്കിലും മുറി പൊട്ടും.
അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം അവിടെയുള്ള സർക്കുലേഷൻ ശരിക്കും നടക്കുന്നില്ല. അപ്പോൾ സർക്കുലേഷൻ ശരിക്കും നടക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ എത്രയോ പേഷ്യൻസ് ഇപ്പോൾ വരുന്നത് എന്ത് ഈ പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഇല്ലാത്തത് കാരണമായിട്ട് മുറിവ് ഉണങ്ങുന്നില്ല, വെരിക്കോസിൻ്റെ അൾസർ നല്ല രീതിയിൽ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഞരമ്പ് എടുത്ത് കാണാൻ പറ്റും ഫസ്റ്റിൽ. പിന്നെ ഇത് പറഞ്ഞതുപോലെ തന്നെ ചൊറിയുന്ന ഒരു അവസ്ഥ വരിക, അതേപോലെ വേദന വരിക, തുടക്കത്തിലൊക്കെ ആണെങ്കിൽ മസിൽ പിടിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഒക്കെ ഉണ്ടാവും. കാലിൻ്റെ മസിലൊക്കെ എസ്പെഷ്യലി രാത്രി കിടക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്ത് ചെയ്യും മസിൽ, അതിന് ഒരുപാട് കാരണമുണ്ട്. അതിൽ ഒരു കാരണമായിട്ട് എന്ത് ചെയ്യും വെരിക്കോസ് വെയിനും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അത് വല്ലാതെ ഇതിലേക്ക് ആയി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടും. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ തരിപ്പ് വരും ചില ആളുകൾക്ക്. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ചമ്മരം പടിഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും തരിപ്പ് വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കുലേഷൻ അല്ല, നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള വെസൽസുകളൊക്കെ ബ്ലോക്ക് ആയിട്ട് പോകും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് കാലിൽ എപ്പോഴും കറുത്ത് ബ്ലാക്കിഷ് കളർ ഉണ്ടാവും, കറുത്ത അടയാളം എന്ത് സ്കിന്നിൽ കംപ്ലീറ്റ് ഉണ്ടാവും. അത് ഈ പറഞ്ഞതുപോലെ സർക്കുലേഷൻ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ചെറിയ വെസൽസുകൾ രക്തക്കുഴലുണ്ടാവും, അതൊക്കെ ബ്ലോക്ക് ആകുന്ന, അതൊക്കെ കംപ്ലൈൻറ്റ് ആകുന്ന പ്രശ്നം വരും. അപ്പോൾ സ്കിന്ന് കാണാൻ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യും അത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത്. പല ആളുകളും എന്ത് ചെയ്യും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, പല ആളുകളും എനിക്കത് പ്രശ്നം വേദന ഇല്ലല്ലോ അല്ലെങ്കിൽ മുറിവൊന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അവർ കറുപ്പ് അടയാളം ഞരമ്പ് മാത്രം പോകുക, ചെറിയൊരു വീക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പല ആളുകളും നെഗ്ലക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാ ആളുകളിലേക്കും ഇത് വരുമോ, അതോ ചെറിയ പ്രായക്കാരോ വലിയ പ്രായക്കാരോ അല്ലാതെ എല്ലാ ആളുകളിലേക്കും ഇത് വരുമോ? ഇത് ആക്ച്വലി ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗം. പണ്ട് കാലത്ത് നമ്മൾ സെക്യൂരിറ്റിക്കാർ, അതുപോലെ ബസ് കണ്ടക്ടേഴ്സുകൾ, പിന്നെ അതുപോലെ പോലീസുകാർ, ഇങ്ങനെ ഫുൾ ടൈം സ്റ്റാൻഡിങ് നിൽക്കുന്ന ആളുകളിലാണിത് പണ്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് സർവ്വസാധാരണമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ നൃത്തം കൂടുതലുള്ള ഏതൊക്കെ പണികളെടുക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കിത് വരും എന്നുള്ളതാണ്. കാരണം ഇത് തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് ഇതിൻ്റെ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്, താഴെയുള്ള രക്തം മുകളിലോട്ട് പമ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം സ്റ്റാൻഡിങ്ങിലായി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വീക്ക്നെസ് വരും, വെരിക്കോസ് വെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചുമട്ട് തൊഴിലാളികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ, വെയിറ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഡ്രൈവേഴ്സിന് നല്ല കൂടുതലാണ് ഇതുണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതം പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുമല്ലോ, അല്ലെങ്കിൽ പല്ല് തേക്കൽ കുത്തിയിരുന്നിട്ടാണ് പല്ല് തേക്കുക. പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ്, സാധാ ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യൽ, ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യൽ. പിന്നെ ഭക്ഷണം കഴിക്കാൻ നിലത്ത് നമ്മൾ ഇരുന്നിട്ടാണ് ചോറ് കഴിക്കൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ സാധനം നമ്മൾ കാല് മടക്കി ഒതുക്കി വെച്ചിട്ട് ഇരുന്നിട്ടാണ്. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം എന്താണ് 90 ഡിഗ്രി ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ വെസലുകൾ എപ്പോഴും എന്ത് ചെയ്യും അവർക്ക് എപ്പോഴും ഒരു ഹെവിനെസ്, ഒരു വർക്കിലൂടെ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ പലരും അമ്മമാർ പറയും ഞാൻ ഡോക്ടറെ ഈ പണി എടുക്കുന്നുണ്ടല്ലോ, തേങ്ങ എടുക്കുന്നുണ്ട്, അതെടുക്കുന്നുണ്ട്, ഈ പണിയൊക്കെ ഞാൻ എടുക്കണേ, പിന്നെ എനിക്കിത് എന്തുകൊണ്ട് വന്നെന്നുള്ളതാണ്. ഇവരൊക്കെ ഈ സ്ത്രീകൾ രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നവരെ സമയം എടുത്താൽ ഫുൾ ടൈം എന്താ നിർത്താണ്. ഒരു പണി ഇപ്പോൾ നിന്ന് പാത്രം മോറുന്നു, നിന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഇരുത്താണ് ഇരിക്കുന്നത്, ടോയ്ലറ്റ് യൂറോപ്യനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സകല കാര്യങ്ങൾ പാത്രം കഴിക്കുന്നതാകട്ടെ, അതുപോലെ പച്ചക്കറി അരിയുന്നതാകട്ടെ, മീൻ മുറിക്കുന്നതാകട്ടെ, തേങ്ങ ചിരകുന്നതാകട്ടെ, മിക്സി, അങ്ങനെ ഇത് സകല കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ കാലിൻ്റെ മുട്ടിന് താഴ്ഭാഗം എപ്പോഴും എന്താണ് അപ്വേർഡ് ഡയറക്ഷനിലാണ്, മുകളിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാ ആളുകൾക്കും വരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരത്തിലൊന്നും വല്ലാണ്ട് ഉണ്ടാകാറില്ല. പൊതുവെ സ്ത്രീകളുടെ അടുത്താണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അടുപ്പിച്ച് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. കാരണം അത് ഗർഭസ്ഥ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും സർക്കുലേഷൻ ശരിക്കും കിട്ടില്ല. കാരണം വയറൊക്കെ വലുതാകുന്ന സമയമാണ്, യൂട്രസൊക്കെ വലുതാകുന്ന സമയമാണ്. അപ്പോൾ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു സമയത്ത് ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ വെരിക്കോസ് വെയിൻ്റെ പ്രയാസം ഉണ്ടായി തുടങ്ങാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് എടുക്കുന്ന ആളുകളിൽ എന്ത് ചെയ്യും സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പൊതുവെ വരുന്നതാണ് ഈ ചായക്കടയിൽ ചായ ഉണ്ടാക്കുന്ന ആളുകൾ ഇത് പലപ്പോഴും കാണാറുണ്ട്. പല ആളുകളുടെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ചായക്കടയിൽ. കാരണം അവർ രാവിലെ ജോലിക്ക് കയറി ഷോപ്പ് അടക്കുന്നവരെ അവരുടെ മെയിൻ പരിപാടി നിന്നിട്ട് ചായ അടിക്കില്ല. ഒരു ടൈം പോലും അവർക്ക് എന്ത് ചെയ്യില്ല ഇരിക്കാൻ അങ്ങനെ ചാൻസ് കിട്ടലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ ഫുൾ ടൈം അല്ലെങ്കിൽ കൂടുതൽ സമയം നിൽക്കുന്നുണ്ടോ, നമ്മുടെ കാലിൻ്റെ മസിൽ വീക്കായി പോകുന്നുണ്ടോ, അവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ നേരം നിന്ന് പണിയെടുക്കുന്നവർക്ക്, കാലിന് റെസ്റ്റ് കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഇത് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത്. അതെ. അപ്പോൾ ഇത്
മാറാനുള്ള എന്താ എക്സസൈസ് കാര്യങ്ങൾ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ആ ഒരു ഞരമ്പുകൾക്ക് അവിടെയുള്ള ആ സർക്കുലേഷൻ സപ്പോർട്ട് കൊടുത്താൽ അത് എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, സയൻസ് പഠിക്കുന്ന സാധനം, ഈ സെക്കൻഡറി ഹാർട്ട് എന്ന് പറയും, രണ്ടാമതൊരു ഹൃദയം എന്ന് പറയും. പ്രൈമറി ഹൃദയം നമ്മൾ ഇവിടെ ഉണ്ടാവുക, സെക്കൻഡറി ഹാർട്ട് എന്ന് പറയും. അത് ആക്ച്വലി നമ്മുടെ കാഫ് മസിലാണ്. ആ കാഫ് മസിൽ വീക്കായി പോകരുത്. കാഫ് മസിൽസിൻ്റെ ഒരു ആക്ഷൻ മൂവ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് സർക്കുലേഷൻ നടക്കും. അപ്പോൾ ഈ വെരിക്കോസ് വെയിനുള്ള ആളുകൾ എടുത്ത് നോക്കിയാൽ മതി, മസിൽ നല്ല വാസ്റ്റിംഗ് ഉണ്ടാവും, മസിൽ വീക്കായി പോയിട്ടുണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പക്കാരായതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആളുകൾ കൈ കാല് പിടിച്ച് ചിലപ്പോൾ മതി ഒരു സ്ട്രോങ് ഉണ്ടാവും, ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷേ വെരിക്കോസ് വെയിൻ വന്ന ആളുകൾ ഒന്നെങ്കിലും മസിൽ തിന്നായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൂസായിട്ട് ഉള്ള ഒരു വാസ്റ്റിംഗ് നടന്ന ഒരു അവസ്ഥ പോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നൃത്തം അതേപോലെ നിൽക്കുമ്പോൾ മസിൽ എന്ത് ചെയ്യും, വീക്കായി പോണതാണ്. അതിന് ശരിക്കും രീതിയിൽ പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ് എക്സസൈസ് ചെയ്യില്ല എന്നുള്ളത് പൊതുവായിട്ട് പറയുന്നൊരു സംഗതി. ഒന്നിപ്പോൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മൾ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, കാൽപാദം നിലത്ത് ഇങ്ങനെ വെക്കുക. ഈ കാൽപാദം വെച്ചതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, പൊന്തിക്കുക. നമ്മൾ ഹീൽ ഭാഗം നിലത്ത് മുട്ടിക്കുകയും ചെയ്യുക, ഇങ്ങനെ പൊന്തിക്കുക. എന്നിട്ട് നേരെ നിൽക്കുക, ബാക്കിൽ പൊന്തിക്കുക. ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ചെയ്യുക. ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗ്രാഫിക് ഡിസൈനേഴ്സ് പോലെയുള്ള, അക്കൗണ്ടൻസ് പോലെയുള്ളത്, ഈവൻ ഡോക്ടേഴ്സ് പോലും. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്തോണം. അപ്പോൾ മസിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ കാല് കയറ്റി വെച്ചിട്ടിരിക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ സിറ്റിങ്സ് അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ പേഷ്യൻസ് വരുന്ന സമയത്താണെന്ന് ശരി ഞാൻ അങ്ങനെ ഇരിക്കും, കാരണം അതിൻ്റെ കാലമായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്ന സംഗതിയാണത്, കാല് എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ചമ്രം പണിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ വലത്തെ കാല് കുറച്ച് നേരം കയറ്റി വെച്ചാൽ കുറച്ച് ഇടത്ത കാലം കയറ്റിക്കണം. അത് ആ സർക്കുലേഷൻ ഒന്ന് മാനേജ് ചെയ്യാനോട് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആൾ, ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർ പണിയെടുക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ടൈം കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ എവിടെയെങ്കിലും ജനലിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമയത്ത് പിടിച്ചിട്ട് നിന്നിട്ട് എന്ത് ചെയ്യണം, കാഫ് മസിൽസ് ഇപ്പ് പൊന്തിക്കുക. നമ്മൾ നേരത്തെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേ പണി നിന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇടവിട്ട് ഒരു 20 റൗണ്ട് 20 എണ്ണൊക്കെ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ മസിലിൻ്റെ മൂവ്മെൻറ്റ് കൂടുകയും ചെയ്യും, മസിലിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആൻ. ഇത് ശ്രദ്ധിക്കാനുള്ളത്, ഇത് വെരിക്കോസ് വെയിൻ തുടങ്ങുന്ന ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് റെഡി ആയിക്കോളും. കാരണം സർക്കുലേഷൻ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ കാല് തൂക്കിയിടരുത്. ഈ വന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള സാധനമാണ് കാല് വല്ലാതെ തൂക്കിയിടരുത്. ഡോക്ടേഴ്സ് പറയും എന്ത്, കാല് പൊന്തിച്ച് വെക്കണം എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റെ അടുത്ത് വന്നതിന്, അപ്പോൾ അവർ വേറെ ഏതോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് കയറ്റി വെക്കുക. കാല് കയറ്റി വെക്കുമ്പോൾ കാലുമത് ചീത്ത രക്തം ഉണ്ടാവും. അവർ പറഞ്ഞതാ. അപ്പോൾ അവർ കെട്ടിക്കിടക്കുന്ന രക്തം ഇങ്ങനെ വരും, എന്നിട്ട് തലച്ചോറിൽ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞത്. അത് അബദ്ധമാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും, അത് വിശ്വസിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തലച്ചോറിൽ അങ്ങനെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, ഫിൽട്രേഷൻ ഒന്നും നടക്കുന്നില്ല ബ്ലഡിൻ്റെ. അപ്പോൾ അത് ശരിക്കും ഡോക്ടേഴ്സ് കാല് എലിവേറ്റ് ചെയ്യാൻ പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, പറയാറുണ്ട് ഡോക്ടേഴ്സ്, തലയണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ ഫ്രീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചുമരിലോട് ചേർത്തിട്ട് ഉയർത്തി വെക്കണം എന്നല്ലേ. അത് എന്താണ്, അവിടെ ലോഡായിട്ടുള്ള സർക്കുലേഷൻ ഇല്ല, കുറഞ്ഞിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യണം, താഴോട്ട് വരണം, എന്നാലേ നീര് വലിയുള്ളൂ. നീര് പോകുമ്പോൾ ആ വേദനയും ആ വീക്കവും ആ ചൊറിച്ചിലും പകച്ചിലൊക്കെ നിൽക്കുള്ളൂ. അത് അവിടെയുള്ള രക്തം തിരിച്ച് വരാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാല് കയറ്റി വെക്കാൻ വേണം. അപ്പോൾ വെരിക്കോസുള്ള ആളുകൾ എന്ത് ചെയ്യുക, കൂടുതൽ സമയം കാല് തൂക്കിയിടരുത്. ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഫ്രീ കിട്ടുന്ന സമയത്ത്. അത് ഞാൻ എപ്പോഴും പേഷ്യൻസ് പറയും, കണ്ടിന്യൂ ആയിട്ട് നിന്ന് ജോലി ചെയ്യരുത്. വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പണി നമ്മളിപ്പോൾ നിന്നിട്ട് പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പണി ഇരുന്നിട്ട് എന്ത് ചെയ്യണം, പച്ചക്കറിയൊക്കെ നിൽക്കണം. അപ്പം അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യുന്ന എക്സസൈസുകൾ ഇത് മതി. ഇതിപ്പോൾ വേറെ നമ്മൾ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് കൊണ്ടൊരു ഓക്കെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വരുന്നതും എല്ലാം മൈൻഡ് ചെയ്തില്ല, ഒരു ശ്രദ്ധിച്ചില്ല, കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അധികമായി അവർക്ക് കൂടി കാലിന് നല്ല കടിച്ചിൽ അങ്ങനത്തെ ഒക്കെ വന്ന് ഇതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മെഡിസിൻ എങ്ങനത്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ രക്തം കുത്തിയെടുക്കാറുണ്ട്. രക്തം കുത്തിയെടുക്കുമ്പോൾ അത് കംപ്ലൈൻറ്റ് അവിടെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം മാറൂല, അത് ഉറപ്പാണ്. കാരണം രക്തക്കുഴലിനുള്ള കംപ്ലൈൻറ്റ് നമുക്കവിടെ. പക്ഷേ ആ
കെട്ടിക്കിടക്കുന്ന രക്തവും അതിൻ്റെ ഒരു സർക്കുലേഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ലീച്ച് തെറാപ്പി ചെയ്യുന്ന ആളുകളുണ്ട്. അത് അട്ടനെ കൊണ്ട് ഘടിപ്പിക്കുക, അത് അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു കംഫർട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇപ്പോൾ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ മാറാൻ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്ത് നമുക്ക് മസാജ് ചെയ്യാം, അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കാലം നമ്മൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് മസാജ് ചെയ്യണം, താഴോട്ടല്ല. മുകളിലോട്ട് മസാജ് ചെയ്യുന്ന സമയത്താണ് താഴെയുള്ള ആ നീരും ആ ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ തിരിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴോട്ട് മസാജ് ചെയ്യരുത്, അത് കൂടും. മുകളിലോട്ട് എന്ത് ചെയ്യണം, മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. മെഡിസിനായിട്ട് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ രോഗികൾക്ക് അനുസരിച്ചിട്ടാണ്. എല്ലാ ആളുകൾക്കും ഒരേ മെഡിസിൻ കൊടുക്കില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഇത് അനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യാറ്, നീരൊക്കെ കൂടിയ ആളുകൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനെ പൊതുവെ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നീര് പോകാൻ, അതേപോലെ തന്നെ ശോധനയൊക്കെ കൂടുന്ന സമയത്ത് തന്നെ നോർമലാകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫ്ലമേഷൻ്റെയും അതേപോലെ ഹെവിനെസ്സിൻ്റെ ഒരു വീക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ. അപ്പം മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ബാൻഡേജ് ചെയ്യേണ്ട വേണം, അത് നിർബന്ധമാണ്. പിന്നെ അതേപോലെ എക്സസൈസുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സസൈസുകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിനാണ്. പല എക്സസൈസ് ശ്രദ്ധിക്കാനുള്ളതുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ മുറിവൊക്കെ ഉണ്ട്, നീരൊക്കെ ഒലിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതൽ സ്പൈസസ് ആയിട്ടുള്ളത്, ഓയിൽ അടങ്ങിയിട്ടുള്ള ഹെവി ഫുഡുകളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ അവസ്ഥകൾക്ക് അനുസരിച്ചുണ്ട് എന്ത് ചെയ്യണം, നമ്മളതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സസൈസും ആ ഒരു കാര്യങ്ങൾ കുറച്ച് മൂവ്മെൻറ്റും കാര്യങ്ങൾ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, കംഫർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓരോ അവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യല് മെഡിസിനും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവുക. ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ അസുഖം കൂടുതലായാൽ, അതായത് ഒരു പേഷ്യൻറ്റിന് സഹിക്കാൻ പറ്റാത്ത ഇതിൽ സർജറി ചെയ്യേണ്ടി വരുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ്? സർജറി ചെയ്യാൻ അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് റീസൺ എന്താ അറിയുക, പല ആളുകൾക്കും സർജറി ചെയ്താൽ വീണ്ടും വരും. അത് വലിയൊരു റിസ്ക്കാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും റൂട്ട് കോസ് നോക്കൂല, അതെന്തുകൊണ്ട് വന്ന് നോക്കൂല. ഇപ്പോൾ ഒരു ചായക്കടക്കാരൻ ചായ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ നിന്ന് ജോലി ചെയ്തിട്ടായിരിക്കും വെരിക്കോസ് വെയിൻ വന്നിട്ടുണ്ടാവുക. വെരിക്കോസ് വെയിൻ സർജറി ഉണ്ട്, വീണ്ടും അദ്ദേഹം ഈ ജോലിക്ക് കയറിയാൽ ഇത് വീണ്ടും വരും. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. സർജറി ഓപ്ഷൻ ഉണ്ട്, നല്ല റിസൾട്ടുള്ളൊക്കെ പല സർജറി മെത്തേഡ്സുകളും ഇന്നിപ്പോൾ അവൈലബിളാണ്. പക്ഷേ നമ്മൾ കോസസ് എന്ത് ചെയ്യണം, ഇവിടെ ക്ലിയർ ചെയ്യണം, എന്നാൽ എന്ത് ചെയ്യാറ്റുള്ളൂ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അത് ഏത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെരിക്കോസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്, എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അത് വരാനുള്ള കാരണങ്ങൾ, അതിൻ്റെ എക്സസൈസുകൾ, അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ കഴിച്ചാൽ മാറുമോ, സർജറി ചെയ്താൽ മാറുമോ, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലത്തെ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളോ അതിൻ്റെ തുടക്കക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കുമായി ഡോക്ടേഴ്സുമായി ബന്ധപ്പെടുക. നമുക്കിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് മെഡിസിൻ കൊറിയർ വഴി എത്തിച്ചു തരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് ചോദിക്കാം, മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.